സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം നമുക്ക് കോഡിലൂടെ ഒന്ന് പഠിച്ചെടുത്താലോ? അപ്പോ എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ചോദിച്ചാൽ 1993. 1993 പ്രഥമ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ചോദിച്ചാൽ 1993 ആണ്. 1993 പ്രഥമ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. 1994 രണ്ടാമത്തെ ജേതാവ് ചോദിച്ചാൽ തകഴി ശിവശങ്കരപ്പിള്ളയാണ്. 1995 ജേതാവ് ആരാണ്? ബാലാമണി അമ്മയാണ്. അപ്പോ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് ബാലാമണി അമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നേടുന്ന ആദ്യ വനിത ചോദിച്ചാൽ ബാലാമണി അമ്മയാണ്. അപ്പൊ ആദ്യത്തെ 3 പേരെ നമ്മൾ പഠിച്ചു. ശൂരനാട് കുഞ്ഞൻപിള്ള, തകഴി ശിവശങ്കരപ്പിള്ള, ബാലാമണി അമ്മ. അപ്പോ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക കൂടെ പഠിച്ചോളൂ. 5 ലക്ഷം രൂപയാണ്. നിലവിൽ 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പൊ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിലെ 5 വിരലുകളാണ് ഉപയോഗിക്കുക അല്ലെ. അപ്പോ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിലെ 5 വിരലുകൾ ഉപയോഗിക്കുന്നു എന്നോർത്താൽ 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്നും നമുക്ക് പഠിച്ചു വെക്കാം. ഇനി നമുക്ക് കറന്റ്ലി അറിഞ്ഞിരിക്കേണ്ട പുരസ്കാര ജേതാക്കൾ 2023, 2024, 2025. അപ്പൊ 2023 ജേതാവ് ചോദിച്ചാൽ SK വസന്തനാണ്. SK വസന്തനാണ് 2023 ജേതാവ്. 2024 NS മാധവൻ. 2024 NS മാധവൻ. 2025 ജേതാവ് ചോദിച്ചാൽ KG ശങ്കരപ്പിള്ളയാണ്. KG ശങ്കരപ്പിള്ള. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് പറയാം. ഇവിടെ നൽകിയിട്ടുള്ള 3 ചിത്രങ്ങൾ നോക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് എന്താ കാണുന്നത്? കയ്യിൽ ചൂരലുമായി നിൽക്കുന്ന അച്ഛനാണ് അല്ലെ. അപ്പൊ എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മൾ അച്ഛനെ കണക്ട് ചെയ്തു. അപ്പൊ അച്ഛൻ എങ്ങനെയാണ് കുഞ്ഞിനെ എഴുതിപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ചൂരൽ കരുതിയിട്ടുണ്ട്. കയ്യിൽ എന്താണ്? ചൂരൽ. ചൂരൽ എന്നതിൽ നിന്ന് നമുക്ക് ശൂരനാട് കുഞ്ഞൻപിള്ളയെ കണക്ട് ചെയ്യാലോ. അച്ഛന്റെ കയ്യിൽ ചൂരലാണ്. ഇനി അച്ഛന്റെ കയ്യിലെ ചൂരൽ കണ്ടിട്ട് തകർന്ന് കരയുന്ന കുഞ്ഞിനെ കാണാം അല്ലെ. തകർന്ന് കരയുക. തകർന്ന് എന്നതിൽ നിന്ന് തകഴി കണക്ട് ചെയ്യാലോ. തകർന്ന് കരയുന്ന കുഞ്ഞ്. അപ്പൊ ആദ്യത്തെ ചിത്രത്തിൽ അച്ഛന്റെ കയ്യിൽ ചൂരലാണ്. അപ്പോ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ പ്രഥമ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? അച്ഛന്റെ കയ്യിലെ ചൂരൽ കണ്ട് തകർന്ന് കരയുന്ന കുഞ്ഞാണ്. അപ്പൊ തകർന്ന് എന്നതിൽ നിന്ന് തകഴി കണക്ട് ചെയ്ത് വെച്ചൂടെ. ഇത് കണ്ട് ഓടി വരുന്ന അമ്മ അല്ലെ. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? കുഞ്ഞിനെ അച്ഛൻ ചീത്ത പറയുന്നത് കണ്ടിട്ട് ഓടി വരുന്ന അമ്മയാണ്. അപ്പൊ അമ്മ എന്നതിൽ നിന്ന് ബാലാമണി അമ്മയും കണക്ട് ചെയ്യാലോ. അപ്പൊ ആദ്യത്തെ 3 ജേതാക്കളെ നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചു. ശൂരനാട് കുഞ്ഞൻപിള്ള, തകഴി ശിവശങ്കരപ്പിള്ള, ബാലാമണി അമ്മ. ഇനി 2023, 24, 25 വർഷങ്ങളിലെ ജേതാക്കളെ നമുക്ക് പഠിക്കാം. അപ്പൊ നോക്കൂ, ഇവിടെ നൽകിയിട്ടുള്ള 3 ചിത്രങ്ങള്. അപ്പൊ നമ്മൾ സ്കൂൾ റീ ഓപ്പണിംഗ് എപ്പോഴാണ്? വേനൽ അവധിയൊക്കെ കഴിഞ്ഞാണ് അല്ലെ. വേനൽ അവധി കഴിഞ്ഞാണല്ലോ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വസന്തകാലം എന്നോർക്കാം. വേനൽക്കാലത്തിന് പകരം ഏത് കാലത്താണ്? വസന്തകാലം. വസന്തകാലം എന്നതിൽ നിന്ന് SK വസന്തൻ കണക്ട് ചെയ്യുക. 2023 SK വസന്തനാണ്. അപ്പൊ സ്കൂൾ റീ ഓപ്പണിംഗ് ആണ്. വസന്തകാലത്താണ് സ്കൂൾ റീ ഓപ്പണിംഗ് കേട്ടോ. അപ്പൊ കുഞ്ഞിനെ അച്ഛൻ ഏത് സ്കൂളിലാണ് ചേർത്തിട്ടുള്ളത്? NSS ലാണ് അല്ലെ. NSS എന്നതിൽ നിന്ന് NS മാധവൻ കണക്ട് ചെയ്യാലോ. NSS സ്കൂളിലാണ് കുഞ്ഞിനെ അച്ഛൻ ചേർത്തിട്ടുള്ളത്. അപ്പോ NS എന്നതിൽ നിന്ന് NS മാധവൻ അല്ലെ. കുഞ്ഞിനെ ഏത് ക്ലാസ്സിലാണ് ചേർത്തിട്ടുള്ളത്? KG യിലാണ്. അതിൽ നിന്ന് KG ശങ്കരപിള്ളയും കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പോ 2023 ജേതാവ് SK വസന്തനാണ്. സ്കൂൾ റീ ഓപ്പണിംഗ് നടക്കുന്നത് വസന്തകാലത്താണ്. അപ്പോ 2023 SK വസന്തനാണ്. കുഞ്ഞിന് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് NSS സ്കൂളിലാണ് അല്ലെ. NSSന്റെ സ്കൂളിലാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോ NS മാധവൻ കണക്ട് ചെയ്തു. കുഞ്ഞിന് ഏത് ക്ലാസ്സിലോട്ടാണ് അഡ്മിഷൻ എടുത്തത്? KG യിലോട്ടാണ്. അതിൽ നിന്ന് 2025 ജേതാവിനെ കണക്ട് ചെയ്യുക. KG ശങ്കരപിള്ള. G എന്നിരിക്കുന്നത് 5 പോലെയാണ്. അപ്പൊ 2025 ജേതാവാണ് എന്ന് നമുക്ക് ഇവിടെ കണക്ട് ചെയ്ത് വെക്കാം. 2025 ജേതാവാണ് KG ശങ്കരപിള്ള. അപ്പൊ നമ്മുടെ ഈ ഒരു ചെറിയ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്